ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ PR0 പ്രദീപ് രംഗനാഥിന്റെ പുതിയൊരു ലോഞ്ചിന്റെ ആവശ്യമായിട്ട് ഒരു പ്രോമോ വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇസേ അമ്മേങ്കറിന്റെ ഒരു മ്യൂസിക് ആണ് ആനെ വാലെ സ്റ്റാർ. ആ മ്യൂസിക്, ആ ഒരു സോങ്ങിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാ കേട്ടു പോവുക. ഇസേ അമ്മേങ്കർ മ്യൂസിക്കൽ ആനെ വാല സ്റ്റാർ. കേട്ട മാതിരി ഒട്ട് ബട്ട് എന്നിരുന്നാലും കൊള്ളാം. ഹബീബി ആനെ വാല സ്റ്റാർ. ഇതെന്താ അനിരുദ്ധ സായേബേക്ക് മാറി മാറി ഓട്ടി. Wow. സി ഓണസ്റ്റ്ലി എവിടെയോ കേട്ടതുപോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കൊള്ളാം. ഇതില് മുമ്പ് ഡ്യൂഡിലി ബ്ലഡ് ഈസ് ഓൺ ഹിസ് വേ അങ്ങനെ ഒരു മ്യൂസിക് സായബിങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം അത് മാറി ഇപ്പം ആനവാല സ്റ്റാർ പ്രദീപ് രംഗനാഥിന്റെ തന്നെ കൊടുക്കുന്നു. നല്ലൊരു മ്യൂസിക് തന്നെയാണ്, കേട്ടപ്പോ കൊള്ളാം. ബട്ട് എന്നിരുന്നാലും ഇവർ രണ്ടുപേരും മാറി മാറി, അതായത് ഒരാൾ ഒരു ദിവസം മ്യൂസിക് ഇറക്കുന്നു അനിരുദ്ധ്, അടുത്ത് സായബേങ്കർ ഒരു BGM ഇറക്കുന്നു, പിന്നെ അത് ട്രെൻഡിങ് ആക്കും. ഇപ്പൊ രണ്ടുപേരുടെ പരിപാടി ഇതാണ്, ഒരു BGM ഇറക്കുന്നു ട്രെൻഡിങ് ആക്കുന്നു, BGM ഇറക്കുന്നു ട്രെൻഡിങ് ആക്കുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ടൈപ്പിലാണ് ഇപ്പൊ നടക്കുന്നത്. എന്നിരുന്നാലും ഗോട്ട് അനിരുദ്ധ് തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. കൊള്ളാം. കേട്ട് വരുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇനി ആ ഇപ്പോൾ ഷാനെ വരെ സ്റ്റാർ. പള്ളേ പള്ളേ. ധോനു പോലും ഒരാളാണ് ലിറിസിസ്റ്റ് എന്നാണ് പറയുന്നത്. ലിറിസിസ്റ്റ് ഹബീബി അതേപോലെ പുതിയ സാധനങ്ങളുടെ ഇടയിലൊക്കെ ഇട്ട് നല്ലൊരു കുക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ. വാവ്. ഇതാണ് ആനവാല സ്റ്റാർ എന്ന ആ ഒരു ഇപ്പൊ ലാസ്റ്റ് സാബിങ് റിലീസ് ചെയ്ത ആ ഒരു BGM നെയിം. ആൻഡ് ഇതില് കുറച്ച് ലിറിക്സ് വരുന്നുണ്ട്. ആ ലിറിക്സിസ്റ്റ് ആരെന്ന് നോക്കുമ്പോൾ ദോലു ബോലു എന്നാണ് അവർ പറയുന്നത്. അതായത് അനിരുദ്ധിന്റെ ഇംഗ്ലീഷ് സോങ് വരുമ്പോൾ നമ്മൾ ഹെയ്സൻബർഗ് എന്നൊരു പേര് കേട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഹെയ്സൻബർഗ് ആരാണെന്ന് ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അനിരുദ്ധ് ആയിരിക്കാം, ചിലപ്പോൾ ലോകേഷ് ആയിരിക്കും, ആര് വേണമായിരിക്കും. ബട്ട് ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല. ലിറിസിസ്റ്റ് ഹൈസൻബർഗ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഇതിലിപ്പോ ധോലു ബോലു എന്നാണ് ലിറിസിസ്റ്റ് കൊടുക്കുന്നത് പേര്. അപ്പൊ എനിക്ക് തോന്നുന്നു വരുന്ന പാട്ടുകളിൽ ഇനിയിപ്പോ ഇതുപോലുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ ലിറിസിസ്റ്റ് ധോലു ബോലു എന്ന് വരും. അപ്പൊ ഇതുപോലുള്ള സംസാരങ്ങൾ വരുമ്പോൾ ആരായിരിക്കും എന്ന്. അപ്പൊ സായബേങ്കർ പറയും അതെനിക്കും പ്രദീപ് രംഗനാഥിനെ അറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ, ഞങ്ങളിലെ ഒരാൾക്ക് അത് ആളാരെന്ന് അറിയൂ, പക്ഷെ ഞങ്ങളല്ല എന്നുള്ള ടോക്കുകൾ അവർ പറയും. അത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാലും മ്യൂസിക് ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ധനുഷിന്റെ ഓം എന്നൊരു സിനിമയുടെ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമരൻ ഡയറക്ടറാണ് ആ സിനിമയിലെ ഡയറക്ടർ, ശിവകാർത്തികൻ അമരൻ സിനിമയിലെ ഡയറക്ടർ. അപ്പൊ പുള്ളിക്കാരൻ ആ പടത്തിൽ ഓം എന്നൊരു BGM ഭയങ്കര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ BGM തുടക്കം കേട്ടപ്പോൾ എനിക്കൊരു നോർമൽ ആയിട്ടാണ് തോന്നിയത്. ബട്ട് അതിന് ശേഷം ഞാൻ കേട്ട് വന്നപ്പോൾ പറഞ്ഞാൽ ഞാൻ അഡിക്റ്റ് ആയി. പിന്നെ ഞാൻ എന്റെ സ്റ്റോറിയും അല്ലെങ്കിൽ എന്റെ പോസ്റ്റിനും ഒക്കെ ഞാൻ ആ ഒരു മ്യൂസിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും എനിക്ക് തുടക്കം കേട്ടപ്പം അത്രയ്ക്ക് ഹൈ ആയിട്ട് തോന്നില്ല. ബട്ട് എന്നിരുന്നാലും കൊള്ളാം. പിന്നെ എവിടെയോ ഒരു റിസംബ്ലൻസ്, എവിടെയോ ഒരു തോന്നല് അതുപോലത്തെ അല്ലെ ഇതുപോലത്തെ തോന്നലുണ്ടെങ്കിലും ഒരു വെറൈറ്റി പോലെ എനിക്ക് തോന്നി. അനബ ലെസ്റ്റാർ തനനന
കേട്ടതുപോലെ തോന്നിയാലും ഒരു കൊള്ളാം, ഒരു ഹബീബി ഇടയിൽ അങ്ങനെയൊക്കെ കിട്ടി ഒരു മജ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു അനി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ബാങ്കറാണ്, അത് ഇൻസ്റ്റന്റ് അഡിക്റ്റീവ്. അനിയുടെ മ്യൂസിക് കേട്ടോണ്ട് ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ വളരെ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സാബേങ്കറുടെ മ്യൂസിക് നമ്മൾ കേട്ട് 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 വരുമ്പോഴേ ഇഷ്ടപ്പെടുമെന്നാണ്. അതിന്റെ ഒരു മെയിൻ ഉദാഹരണമാണ് ഈ ഓം എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ ഈ കറുപ്പിലെ നാങ്ക നാലു പേര് പാട്ടിൽ ആർക്കും ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കേട്ട് കേട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഈ ഓം ഒരു ബീജിയം, ധനുഷിന്റെ ആ സിനിമയിലെ ബീജിയം. അപ്പൊ എനിക്ക് തോന്നുന്നു കേട്ട് കേട്ട് വരുമ്പം ലിറ്ററലി എല്ലാവർക്കും കുക്കിടപ്പ് തോന്നും, നല്ലൊരു ബീജിയമായിട്ട് തോന്നും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ലിറ്ററലി ഇൻസ്റ്റയിലും കത്തുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം, ഇപ്പൊ ഓം ബീജിയം കത്തുന്ന പോലെ. എന്നാലും കൊള്ളാം, അനിരുദ്ധും സായും മാറി മാറി ഓരോ ബീജിയം ഇട്ട് കോളിവുഡിനെ നല്ല ഉഷാറാക്കി നിർത്തി വച്ചിട്ടുണ്ട്.